പഞ്ചാബിലെ ഭരണപക്ഷം, അതായത് ആം ആദ്മി പാർട്ടി തകർച്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് ഉദ്ദേശിച്ച മികവാർന്ന മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ആം ആദ്മി കോൺഗ്രസിൽ നിന്നും ആനുകൂല്യം പറ്റിയെടുക്കാൻ ഏറെ പണിപ്പെട്ടെങ്കിലും കോൺഗ്രസ് കൃത്യമായി പറഞ്ഞു, പഞ്ചാബിൽ ആ പരിപ്പ് വേകില്ല. പഞ്ചാബിൽ നിങ്ങൾ ഞങ്ങളുമായി കൃത്യമായ ഒരു സൗഹൃദ മത്സരം തന്നെ നടത്തിക്കോളൂ. നിങ്ങൾ അതിന്റെ പേരിൽ യാതൊരു രീതിയിലുള്ള മുതലെടുപ്പ് നടത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഹരിയാനയുടെ ഭാഗത്ത് കുരുക്ഷേത്രയിൽ ഒരു ലോക്സഭാ സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് വിട്ടുകൊടുത്തു എങ്കിലും ആം ആദ്മി പാർട്ടി അതിൽ ജയിച്ചില്ല. ഇവിടെ പറഞ്ഞു വരുന്ന ആം ആദ്മി പാർട്ടി ഗുജറാത്തിലായിരുന്നാലും ഡൽഹിയിലായിരുന്നാലും കോൺഗ്രസ് എവിടെയൊക്കെ ബലമായിട്ടുണ്ടോ അവിടെയൊക്കെ മതേതര വോട്ടുകളെ ഭിന്നിപ്പിച്ച് അത് പിടിച്ചെടുത്തുകൊണ്ട് BJP-യെ വലിയ തോതിൽ സഹായിക്കുന്നു. ഡൽഹിയിൽ ശരിക്കും അധികാരത്തിൽ വരുന്നത് ഒരു ലോട്ടറി അടിച്ചതുപോലെയായിരുന്നു. കാരണം കെജ്രിവാൾ ഒരിക്കലും 2013 ഷീലാ ദീക്ഷിതിനെ പരാജയപ്പെടുത്തി ആം ആദ്മി പാർട്ടിയെ ഡൽഹി ജനത ഇങ്ങനെ വിശ്വസിച്ച് കൂടെ കൂട്ടുമെന്ന് വിചാരിച്ചില്ല. കാരണം പൊള്ളയായ വാഗ്ദാനങ്ങളും അത്തരത്തിലുള്ള ചില തട്ടുകുളിപ്പൻ ഡയലോഗും ഒക്കെ അടിച്ചപ്പോൾ ജനങ്ങൾ ഇത്രയും നാള് വലിയ തോതിൽ അവർ പല പ്രശ്നങ്ങളാൽ വലഞ്ഞിരിക്കുന്ന ഡൽഹി ജനത ഒരു മാറ്റം കൊണ്ടുവന്നാൽ എന്ത് പറ്റും എന്ന് തിരഞ്ഞു നോക്കിയതാണ്. അത് പക്ഷേ വലിയ പുകിലായി മാറുകയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പറഞ്ഞു വരുന്നത് ഡൽഹി ജനതയുടെ തിരിച്ചറിവ് അത് പഞ്ചാബിലേക്കും വ്യാപിക്കുന്നു. എന്നാൽ പഞ്ചാബിൽ BJP അല്ല വളർത്തിക്കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു. പഞ്ചാബിൽ ആം ആദ്മിയുടെ മുൻ നേതാവായ രാഘവ് ചന്ദ ഉൾപ്പെടെയുള്ളവർ ഇണഞ്ഞു പരിശ്രമിച്ചിട്ടും അതിനൊന്നും യാതൊരു കാര്യവുമില്ല. ഒരു രീതിയിലും ലാഭം കൊയ്തെടുക്കാൻ BJP-ക്ക് പഞ്ചാബിന്റെ മണ്ണിൽ കഴിയില്ല എന്നുള്ളത് വീണ്ടും ഓർമ്മിപ്പിച്ചു കൊടുക്കൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഏറ്റവും ശക്തമായി ചെയ്യാൻ പോകുന്നത്. കോൺഗ്രസ് 117 സീറ്റുകളിൽ ഒരു സഖ്യവും ഇല്ലാതെ തന്നെ മത്സരിക്കുമെന്നും 2017 ആവർത്തിക്കാൻ പോവുകയാണ് എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജ്, ഒരു വ്യക്തമായ ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു സന്ദേശം കൊടുത്തിരിക്കുകയാണ്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ അധികാരമോഹവുമായി 85-ാം വയസ്സിൽ ഈ പടികടന്നെത്തണ്ട എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം അമരീന്ദർ സിംഗിനെ നേരത്തെ തന്നെ അറിയിച്ച കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് 2017 മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിച്ചപ്പോൾ അദ്ദേഹവും നവജോത് സിംഗ് സിദ്ധുവും തമ്മിലുള്ള പടലപ്പടക്കം അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും തെറ്റായ തീരുമാനമെടുത്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സുനിൽ ജാക്കറെ പോലുള്ളവർ അമരീന്ദർ സിംഗുമായി പിണങ്ങി BJP-യിലേക്ക് പോയതുൾപ്പെടെ വലിയ തിരിച്ചടിയായി. വാസ്തവത്തിൽ സുനിൽ ജാക്കർ അമരീന്ദർ സിംഗിന്റെ ഏകാധിപത്യ നടപടി ശക്തമായി എതിർത്തുകൊണ്ടാണ് പോയത്. ചരൺജിത് സിംഗ് ചന്നി അടക്കമുള്ളവരെ അമരീന്ദർ സിംഗ് ഏറ്റവും മോശമായ രീതിയിൽ പരാമർശിച്ചതും ആരും മറന്നിട്ടുമില്ല. എന്നാൽ കൂടി കോൺഗ്രസിന് ഒരു നല്ല സമയം വരുമ്പോൾ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് തിരിച്ചു വരുന്നത്, നനഞ്ഞ് തിരിച്ചു വരുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ചരൺജിത് സിംഗ് ചന്നിയും ഒക്കെ പറയുന്നത്. ഏതായാലും മത്സരം മുറുകുകയാണ്. തെരഞ്ഞെടുപ്പ് നേരത്തെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.